ആലപ്പുഴയിൽ വ്യത്യസ്ത പാർട്ടിക്കാർ രാത്രിയിൽ ഒരുമിച്ചിരുന്നാണ് ആലോചന നടത്തുന്നതെന്ന് ജി സുധാകരൻ എം.എൽ.എ. കോൺഗ്രസും CPIM-ഉം BJP-യും അതിലുൾപ്പെടും. എന്നാൽ ചെങ്ങന്നൂരിലേക്ക് ആ സ്ഥിതി വ്യാപിച്ചിട്ടില്ല. ചെങ്ങന്നൂർ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴയിൽ നിന്നും ചെങ്ങന്നൂരിൽ നിന്നും CPM-കാർ തനിക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയാണ്. ഒരേ കാര്യത്തിൽ 3 വക്കീൽ നോട്ടീസാണ് അയച്ചത്. പകരം 1 വക്കീൽ നോട്ടീസ് അയച്ചാൽ പോരായിരുന്നോ എന്ന് ജി സുധാകരൻ ചോദിച്ചു. ഞങ്ങളൊന്നും ചേർന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്നുള്ളതെന്നും അതിനാലാണ് താൻ പാർട്ടി വിട്ടതെന്നും ജി സുധാകരൻ പറഞ്ഞു. രാത്രിയാകുമ്പോൾ എല്ലാ പാർട്ടിയിലും പെട്ട ചില ഒരുമിച്ചിരുന്നാൽ ആലോചിക്കുന്ന സമ്പ്രദായം പാലപ്പുഴയിലാണ്. രാത്രിയാവും അമ്പലപ്പുഴയുണ്ട്, ചെങ്ങന്നൂരും ഉണ്ടാവും. ചെങ്ങന്നൂർ കുറവാണ്. ചെങ്ങന്നൂര് കോൺഗ്രസിന് ഇതിനാരും ഇല്ല അങ്ങനെ പോകാൻ. പക്ഷെ അമ്പലപ്പുഴയൊക്കെ BJP, കോൺഗ്രസ്, CPM എല്ലാം ചില ആളുകൾ പാർട്ടിയല്ല രാത്രിയിൽ ആലോചിക്കുക. അപ്പോൾ കക്ഷി രാഷ്ട്രീയ അതീതമായ അഴിമതിയും വൃത്തികേടും കാണിക്കുന്ന ഒരു സെറ്റ് പൊളിറ്റിക്സ് വളർന്നു വന്നിരിക്കുന്നു. അവരാണ് പൊളിറ്റിക്കൽ ക്രിമിനൽസ്. ഞാൻ പറയുന്നത് എനിക്കിവിടെ ചെങ്ങന്നൂരിൽ നിന്നൊരു യുവ സുഹൃത്ത്, യുവാവാണോ എന്നറിയില്ല, പണ്ട് യുവാവായിരുന്നു, ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വേറൊരാളെ ഇവരുടെ കൂട്ടം അവിടുന്ന് ഒരു വക്കീൽ നോട്ടീസ്. ഇന്നിപ്പോൾ നോക്കിയപ്പോൾ അമ്പലപ്പുഴയിൽ മത്സരിച്ച് തോറ്റയാളുടെ വക്കീൽ നോട്ടീസ്. അവരെല്ലാം കൂടിയെന്ന് ആലോചിച്ച് ഇങ്ങനെ വക്കീൽ നോട്ടീസ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം കൂടെ ചേർന്ന് ഒറ്റ വക്കീൽ നോട്ടീസ് മതിയായിരുന്നു. 5-6 ആവശ്യമില്ല, ഒറ്റയെണ്ണം മതിയായിരുന്നു. എന്നിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ട് ചെയ്യുന്നത് എന്താ? പത്രപ്രസ്താവന കൊടുത്തത്. ന്യായത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുക. ഇവിടുന്ന് ചെങ്ങന്നൂന്ന് മണൽ ഊറ്റിയെന്ന് പറഞ്ഞാൽ ഞാനിവിടെ പ്രസംഗിച്ചു. പിന്നെ വേറെന്താ പറയുന്നത്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെന്ന് പ്രസംഗിച്ചു. ഒരു യുവ നേതാവിനെ പറ്റി ഉടനെ വക്കീൽ നോട്ടീസ്. ഇവർ കോടതിയിൽ വെച്ച് ഞാൻ ഇവരുടെ എല്ലാം കാര്യം പറയണം. എൻ്റെ വക്കീലെന്ന് പറഞ്ഞോളൂ. ഇവരെപ്പറ്റി ഇതുവരെ പറയാത്ത കാര്യങ്ങളും കണ്ടുപിടിക്കാത്ത തെളിവുകളെല്ലാം കോടതി വെക്കാൻ അവസരമായി നശിച്ച് നാറും ഇവർ.